എസ്യുവി സെഗ്മെന്റിൽ തങ്ങളുടെ വിപണിസ്ഥാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹ്യുണ്ടായി അവരുടെ നിലവിലുള്ള 3 എസ്യുവികൾ അപ്ഡേറ്റ് ചെയ്യാനും 2025 തുടക്കത്തിൽ ഇലക്ട്രിക് ക്രെറ്റ അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യക്ക് നിലവിൽ 5 എസ്യുവികളാണ് ഉൽപ്പാദന ശ്രേണിയിലുള്ളത്. എക്സ്റ്റർ, വെന്യൂ, ക്രെറ്റ, ആൽക്കസാർ, ടാക്സൺ എന്നിവ. എസ്യുവി സെഗ്മെന്റിൽ തങ്ങളുടെ വിപണിസ്ഥാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കമ്പനി അതിൻ്റെ നിലവിലുള്ള 3 എസ്യുവികൾ ആൽക്കസാർ, ട്യൂസൺ, വെന്യൂ അപ്ഡേറ്റ് ചെയ്യാനും 2025 തുടക്കത്തിൽ ഇലക്ട്രിക് ക്രെറ്റ അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നു. ഇവയുടെ പ്രധാന വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഹ്യുണ്ടായി ആൽക്കസാർ ഫേസ് ലിഫ്റ്റ്. നിലവിലുള്ള എഞ്ചിൻ സജ്ജീകരണം നിലനിർത്തിക്കൊണ്ട് ഹ്യുണ്ടായി ആൽക്കസാർ ഫേസ് ലിഫ്റ്റ് അകത്തും പുറത്തും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്പെറ്റ് സെറ്റപ്പോടുകൂടി പുനർരൂപകൽപ്പന ചെയ്ത LED ഹെഡ് ലാമ്പുകൾ, ചെറുതായി പുതുക്കിയ ബമ്പറുകൾ, പുതിയ സെറ്റ് അലോയ് വീലുകൾ എന്നിവയാണ് ഈ എസ്യുവിയിൽ ഉണ്ടാകുന്നത്. അകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആൽക്കസാർ ഇരട്ട സ്ക്രീൻ സജ്ജീകരിക്കും. 360 ക്യാമറ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവ ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. ഈ ഒരു എസ്യുവിയിൽ 1.5 ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ 1.5 ഡീസൽ എഞ്ചിനായിട്ട് ലഭ്യമാണ്. ന്യൂജൻ ഹ്യുണ്ടായി വെന്യൂവും ക്രെറ്റ ഇവിയും. പുതുതലമുറ ഹ്യുണ്ടായി വെന്യൂവും ക്രെറ്റ ഇവിയും 2025 എത്തും. പുതിയ വെന്യൂവിനെ കുറിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. എന്നിരുന്നാലും സബ് കോമ്പാക്ട് എസ്യുവിയിലേക്ക് ഡിസൈനിലും ഫീച്ചറിലും സമഗ്രമായ മാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. എസ്യുവിയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ഹ്യുണ്ടായി ക്രെറ്റ ഇവി 45 കിലോവാട്ട് ബാറ്ററി പാക്കിലും ഇലക്ട്രോണിക് മോഡലിൽ ലഭ്യമായ ആഗോള സ്പെക് കോന ഇവിയിൽ നിന്ന് പവർ ഡ്രെയിൻ കടമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രെറ്റ ഇവിക്ക് ഏകദേശം 400-500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ഹ്യുണ്ടായി ട്യൂസൺ. ഈ ഒരു കാറിൽ ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ് ലാമ്പ്, അലോയ് വീല് അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും. അതുപോലെ ക്യാബിൻ്റെ ഉള്ളിലെ ചെറിയ നവീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള 2.0 ഡീസൽ എഞ്ചിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ 1.5 പെട്രോൾ എഞ്ചിൻ ട്യൂസൺ കൊണ്ടുവന്നേക്കാം. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടതാണ് ഹ്യുണ്ടായി കൊണ്ടുവരാൻ പോകുന്ന അടുത്ത എസ്യുവികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം.